ഇറാനിൽ മരണസംഖ്യ ഉയരുന്നു. മരണം 1200 കടന്നു. കൂടുതൽ വിപുലമായ യുദ്ധമുറകളിലേക്ക് കടക്കുകയാണ് എന്നും അമേരിക്ക സൂചന നൽകുന്നു. കരയുദ്ധം നടത്തിയാലും നേരിടും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അശ്വജിത്ത്, വീണ്ടും അങ്ങനെ തന്നെ പോരാട്ടം നടക്കുകയാണ്. ഇതൊരു യുദ്ധം എന്ന തരത്തിലൊരു പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല എങ്കിലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. മാത്രമല്ല, കരയുദ്ധം നടത്തിയിട്ടാണെങ്കിൽ പോലും ഇതിനെയൊക്കെ ചെറുത്തു നിൽക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് നിലവിൽ അവസ്ഥ? കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, കാര്യങ്ങൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. സംഘർഷം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. അയവില്ലാതെ തന്നെ തുടരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തീവ്രത അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഘർഷത്തിന് അന്തിമമായിട്ടില്ല, സംഘർഷത്തിന് അവസാനമായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലത്തേതായി വിവരങ്ങളായി പങ്കുവയ്ക്കാനുള്ളത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്ന ചില പ്രസ്താവനകളും ചില നിരീക്ഷണങ്ങളും ഒക്കെയാണ്. പ്രതിരോധ സംവിധാനങ്ങളുടെയും പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രഖ്യാപനങ്ങളാണ്. അതൊരുപക്ഷെ നിർണായകവുമാണ്. അതിൽ എടുത്തു പറയുന്നത് കൂടുതൽ വിപുലമായ യുദ്ധ രീതികളിലേക്ക് കടക്കുന്നതിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ സൂചനകളാണ് നൽകുന്നത്. അതിൽ മോദി സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ ഒരു കരയുദ്ധമാകാം എന്ന തരത്തിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഇറാഖിലെ കുർദിഷ് മേഖലയിലൂടെ അമേരിക്കയുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കുർദിഷ് മേഖലയിലൂടെ കടന്നു കയറി ഇറാനിലെത്തി കരയുദ്ധത്തിനുള്ള സാധ്യതകളാവാം അമേരിക്ക ആലോചിക്കുന്നത് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ ആ പ്രസ്താവനകൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ്റേതായ ഒരു പ്രതികരണം പുറത്തു വരികയും ചെയ്തു. അതായത് കരയുദ്ധം നടത്തിയാലും അതിന് നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നതാണ് ഇറാൻ പറയുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെതായി ഇന്ന് വ്യക്തമാക്കിയത് അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി ആരായാലും മുജ്തബ ഖമേനിയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തെയും അംഗീകരിക്കില്ല എന്ന് ട്രംപും വ്യക്തമാക്കുന്നു. ഇറാൻ തന്നെയാണ് യുദ്ധത്തിന് കാരണമാവുന്നത്, അതുകൊണ്ട് ശക്തമായി തിരിച്ചടി തുടരും എന്ന് തന്നെയാണ് ട്രംപും പറഞ്ഞു വെക്കുന്നത്. ഇനി സംഘർഷത്തിൻ്റെ വിവരങ്ങളിലേക്ക് വന്നാലും സംഘർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തീവ്രത അല്പം കുറഞ്ഞുവെങ്കിൽ പോലും അത് അയവ് വന്നിട്ടില്ല. ഇറാൻ ഇസ്രായേലിലേക്ക് വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇസ്രായേലും ടെഹ്റാനിലും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലും ചെറിയ തോതിലാണെങ്കിൽ പോലും വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അത് കാര്യമായ ആൾനാശം ദിവസം തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി സമാധാന സേന, മറ്റ് ലോക രാജ്യങ്ങൾ ഇവരൊക്കെ ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തേണ്ടതില്ലേ? ആ തരത്തിൽ ഏതെങ്കിലും നീക്കങ്ങളുണ്ടോ? അതിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഈ UN സംബന്ധിച്ചും അന്താരാഷ്ട്ര ഏജൻസികൾ സംബന്ധിച്ചും ഒരു പരിപൂർണമായി നിലവിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നു എന്ന തരത്തിൽ പറയാനുള്ളൊരു സാധ്യതയില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു 2-3 ദിവസത്തെ ചില അന്താരാഷ്ട്ര ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്താനൊക്കെ ചില നീക്കങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും നിലവിൽ അത് വളരെ സജീവമാവുന്നില്ല, അല്ലെങ്കിൽ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു വിവരം കൂടെ പങ്കുവയ്ക്കാം. അതായത് ഈ ഇറാനിൽ മാത്രം മരിച്ചവരുടെ എണ്ണം ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് പ്രകാരം ഇന്ന് അല്പം മുമ്പ് ഈ അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ അപ്ഡേറ്റ് ചെയ്ത പ്രകാരം ഏതാണ്ട് 1230 പേരോളം അവിടെ മരിച്ചു എന്നതാണ്. അതൊരു പ്രാഥമികമായി പുറത്തു വരുന്ന കണക്കാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ. ഒരുപക്ഷെ ഇതിലും കൂടുതലായിരിക്കാം യഥാർത്ഥ കണക്കുകൾ എന്നതിൽ തർക്കവുമില്ല. ഏതായാലും രക്തരൂക്ഷിതമായി തന്നെ ഇറാനിലെ സാഹചര്യങ്ങളും ഒപ്പം ലെബനോനിലെ സാഹചര്യങ്ങളും തുടരുകയാണ്. ഇസ്രായേൽ ലെബനോനിൽ കഴിഞ്ഞ 4 ദിവസമായി ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. രാജ്യങ്ങളായ ഒമാൻ, ബഹ്റിൻ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമണ ഭീഷണിയോ നിലവിലുണ്ടോ? മോത്തി, ഈ GCC രാജ്യങ്ങളെ സംബന്ധിച്ച്, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. കുവൈറ്റിലെ അമേരിക്കൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി തന്നെ താൽക്കാലികമായി തന്നെ അവസാനിപ്പിച്ചു എന്നൊരു വിവരമാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. മറ്റ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ പങ്കുവെക്കാമെന്ന് കരുതുന്നു. ശരി.